അതെ സംഭവിക്കട്ടെ യെസ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് വലിയ കാര്യങ്ങൾ ഈ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ നമ്മൾ രണ്ടാമത്തെ ഹൗവ എന്ന് വിളിക്കാറുണ്ട്. 10, 20, 30 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ നോ എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇന്ന് ബോധപൂർവമോ അല്ലെങ്കിൽ പലവിധത്തിലുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ടോ മനുഷ്യർ യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് തിന്മയോടാണ് പലപ്പോഴും ഈ യെസ് യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞ ചില കാര്യങ്ങൾക്കൊടുവിൽ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ചുറ്റും നിന്നിരുന്ന് ദൈവത്തിന്റെ കൃപ അവളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവളിലൂടെ ക്രിസ്തു ജനിക്കുകയും ചെയ്തു. നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന കൃപയോട് നമുക്ക് യെസ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അഹറോന്റെ തളിർത്ത വടി എന്നുള്ളത് യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ അടയാളമാണ്. യഥാർത്ഥ പൗരോഹിത്യം അത് അഹറോന്റേതാണ്. പുതിയ നിയമ ജനതയായ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ദൈവമൊരുക്കുന്ന കാനാൻ ദേശത്തേക്ക്, അത് സ്വർഗീയ കാനാനിലേക്കാണ് നമ്മുടെ മുൻപേ നടക്കാൻ വേണ്ടി അത്യുന്നതന്റെ ശക്തി വന്ന് ആവസിച്ച ദൈവകൃപ വന്ന് നിറഞ്ഞു നിന്ന ആ പുതിയ വാഗ്ദാന പേടകം അത് പരിശുദ്ധ അമ്മയാണ്. ദർശനം ദർശനങ്ങൾ, നല്ല ദർശനങ്ങൾ ഉണ്ടാകട്ടെ. അതിനൊക്കെ പരിശുദ്ധ അമ്മ സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. രണ്ട് വ്യക്തികൾ അതെ സംഭവിക്കട്ടെ യെസ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് വലിയ കാര്യങ്ങൾ ഈ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ നമ്മൾ രണ്ടാമത്തെ ഹൗവ എന്ന് വിളിക്കാറുണ്ട്. ഒന്നാമത്തെ ഒരു ഹൗവ ഉണ്ട്. ആദ്യത്തെ ഹൗവയെ കുറിച്ച് നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചെത്തുന്നത്. കൗതുകകരമായി കാണപ്പെട്ട, ആകർഷകമായി കാണപ്പെട്ട ഒന്നിനോട്, അത് ദൈവത്തിൻ്റെ നിയമത്തോടുള്ള നിഷേധമാണ് എന്നറിയാമായിരുന്നിട്ടും സൂചനകൾ നൽകപ്പെട്ടിരുന്നിട്ടും യെസ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമ മാതാവായ ഹൗവയുടെയും പിതാവായ ആദത്തിൻ്റെയും പിശാചിനോടുള്ള ഒരു യെസ് പറച്ചിലൂടെ സംഭവിച്ചത് തിന്മ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ എത്ര നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന ഒരു കാര്യം, ഒത്തിരി കൗതുകകരമായ കാര്യങ്ങളോട് യെസ് യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ തന്നെ വളർന്നു വരുന്നു എന്നുള്ള കാര്യമാണ്. അതൊരു പക്ഷേ മൂല്യബോധങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളോടാണെങ്കിൽ, നിങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളിലൂടെ കടന്നുപോയാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ അപൂർവമായി കേട്ടിരുന്ന പല തിന്മകളും ഇന്ന് ഒത്തിരിയേറെ ആവർത്തിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ അതിനോടൊക്കെ യെസ് എന്ന് പറയുന്ന ഒരു തലമുറ നമുക്കിടയിൽ തന്നെ, നമ്മൾ ഒരു തലമുറ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിലേക്ക് തന്നെ ചൂണ്ടിയാൽ മതി. ഒരുപക്ഷെ 10, 20, 30 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ നോ എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇന്ന് ബോധപൂർവമോ അല്ലെങ്കിൽ പലവിധത്തിലുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ടോ മനുഷ്യർ യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് തിന്മയോടാണ് പലപ്പോഴും ഈ യെസ് യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശുദ്ധിയുടെ മേഖലകളിലേക്കാകാം, മനുഷ്യനെ മയക്കിക്കളയുന്ന മയക്കുമരുന്നുകളുടെ ലോകത്തിലേക്കാകാം, അധാർമികമായ ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങളിലേക്കാകാം. ഇന്ന് യെസ് എന്ന് പറയാനുള്ള ആ കൗതുകകരമായ ആകർഷകമായി കാണപ്പെടുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളോട് യെസ് എന്ന് വളരെ ബോധപൂർവം പറയുന്ന ഒരു സമൂഹത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമലയായി ഉത്ഭവിച്ചവൾ പറഞ്ഞ യെസ് നമ്മൾ വിചിന്തന വിഷയമാക്കേണ്ടതുണ്ട്.
പരിശുദ്ധയായിട്ട് ജനിച്ചവൾ, അവൾ പറഞ്ഞ ഒരു യെസ് കൊണ്ടുണ്ടായ ഫലം എന്താണ്? അവൾ പറഞ്ഞ യെസ് ദൈവത്തിൻ്റെ കൃപയോടാണ് അവൾ യെസ് എന്ന് പറഞ്ഞത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞ ചില കാര്യങ്ങൾക്കൊടുവിൽ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ചുറ്റും നിന്നിരുന്ന് ദൈവത്തിൻ്റെ കൃപ അവളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവളിലൂടെ ക്രിസ്തു ജനിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃപയുടെ പ്രഭാവമുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നമുക്കൊക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു സഹായകനുണ്ട്. നിങ്ങൾ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നുമൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃപയുടെ കവാടം നമുക്ക് ചുറ്റുമുണ്ടായിരിക്കെ ആ കൃപയുടെ പ്രേരണകളോട് എസ് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന കൃപയോട് നമുക്ക് യെസ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. ദൈവകൃപ കൊണ്ടു നിറഞ്ഞവളെ, അവളിൽ വന്നു നിൽക്കുന്ന അത്യുന്നതന്റെ ശക്തി അവളിലേക്ക് വന്ന് ആവസിക്കുന്നതിന് കാരണമായത് അമ്മ പറഞ്ഞ ഒരു യെസ് ആണ്. അങ്ങനെ ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ കൃപാവരത്തോട്, അവൻ അയക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോട് എസ് പറയാൻ കഴിഞ്ഞാൽ നമ്മളിലൂടെ പൗലോസ് ലീഗ പറയുന്നത് പോലെ ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അമലോത്ഭവ തിരുനാളിനെ കുറിച്ച് അടുത്തിരുന്ന് വിചിന്തനം ചെയ്യുമ്പോൾ അവൾ കളങ്കമില്ലാതെ, ഉത്ഭവഭാവത്തിൻ്റെ കളങ്കമില്ലാതെ ജനിച്ചവളാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത് സാധ്യമാക്കിയത്? ദൈവം എന്തുകൊണ്ടാണ് അത് സാധ്യമാക്കിയതെന്ന് ചോദിച്ചാൽ അതിന് ദൈവശാസ്ത്രപരമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു വിഷയമാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ, എന്തുകൊണ്ട് ദൈവം അത് സാധ്യമാക്കി? അവൾ ഉത്ഭവിക്കുന്നത് ഒരു പാപത്തിൻ്റെയും കളങ്കമേശാതെയായിരിക്കണം എന്ന് ദൈവം എന്തുകൊണ്ടാണ് ഉറപ്പുവരുത്തിയത്? അതിനൊരു കാരണമുണ്ട്. പഴയ നിയമത്തിൽ ഏറ്റവും പരിശുദ്ധമായി കണ്ടിരുന്നതും പഴയ നിയമ ജനതയെ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്നും വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് നയിച്ചതും വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. നമുക്കതറിയാം. വാഗ്ദാനത്തിൻ്റെ പേടകം എടുത്തുകൊണ്ട് പുരോഹിതന്മാർ മുൻപേ നടക്കുമ്പോൾ അതിൻ്റെ പിറകിലൂടെയാണ് ഇസ്രായേൽ ജനം മുഴുവൻ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തു കൊണ്ടുപോയത്. ആ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 3 കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു സൂക്ഷിച്ചു വച്ചിരുന്നത്? അഹറോന്റെ തളിർത്ത വടിയുണ്ട്. അഹറോന്റെ തളിർത്ത വടി എന്നുള്ളത് യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്. യഥാർത്ഥ പൗരോഹിത്യം അത് അഹറോൻ്റേതാണ്. ഒരു തർക്ക വിഷയമുണ്ടായപ്പോൾ ആരായിരിക്കണം പ്രധാന പുരോഹിതൻ എന്ന തർക്ക വിഷയമുണ്ടായപ്പോൾ മോശയുടെ നിർദ്ദേശമനുസരിച്ച് വടികളൊക്കെ വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ കൊണ്ടുവയ്ക്കാൻ ആവശ്യപ്പെടുകയും പിറ്റേന്ന് അഹറോന്റെ പേരെഴുതിയ വടി തളിർത്ത് നിൽക്കുകയും ചെയ്തതുകൊണ്ട്, അപ്പൊ തളിർത്ത് നിൽക്കുന്ന അഹറോന്റെ വടി സൂചിപ്പിക്കുന്നത് യഥാർത്ഥ പൗരോഹിത്യം അത് അഹറോന്റേതാണ്. ദൈവം തെരഞ്ഞെടുക്കുന്ന പൗരോഹിത്യം അഹറോന്റേതാണ്. ആ സൂചനയുടെ അടയാളമായ അഹറോന്റെ വടിയാണ് അന്ന് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത്. രണ്ടാമതായിട്ട് സൂക്ഷിച്ചിരുന്നത് നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമായിരുന്നു. എന്തായിരുന്നു സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അപ്പം? മന്ന നിറച്ച ഒരു പാത്രം അവർ അതിൽ സൂക്ഷിച്ചിരുന്നു. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമായിരുന്നു. വീണ്ടും വചനമെഴുതിയ കൽപ്പലകകൾ അവർ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ വചനം വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നു. മന്ന, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഉണ്ടായിരുന്നു. വീണ്ടും അതിനോട് ചേർന്ന് യഥാർത്ഥ പൗരോഹിത്യം അഹറോന്റേതാണെന്ന് സൂചിപ്പിക്കുന്ന അതിൻ്റെ അടയാളമായ തളിർത്ത വടി ഉണ്ടായിരുന്നു. ഇത് 3ഉം പുതിയ നിയമ വാഗ്ദാന പേടകത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. മനോഹരമായൊരു പ്രസംഗമുണ്ട്, നിങ്ങൾ ഭൂരിഭാഗം പേരും കേട്ടിരിക്കും. ആ പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകം എന്ന മനോഹരമായ ഒരു പ്രസംഗമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല വിസ്താര ഭയം കൊണ്ട്. പക്ഷേ എങ്കിലും ഇത്രമാത്രം ഒന്ന് പറഞ്ഞു വെക്കുന്നു. പുതിയ നിയമ ജനതയായ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് ദൈവമൊരുക്കുന്ന കാനാൻ ദേശത്തേക്ക്, അത് സ്വർഗീയ കാനാനിലേക്കാണ്, നമ്മുടെ മുൻപേ നടക്കാൻ വേണ്ടി അത്യുന്നതന്റെ ശക്തി വന്ന് ആവസിച്ച, ദൈവകൃപ വന്ന് നിറഞ്ഞു നിന്ന് ആ പുതിയ വാഗ്ദാന പേടകം അത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം എത്രമാത്രം പരിശുദ്ധമായിരുന്നു, അതിനേക്കാളൊക്കെ
ഒരുപാട് ഇരട്ടിയായി ഈ പുതിയ നിയമ വാഗ്ദാന പേടകം പരിശുദ്ധമായിരിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ അഹറോന്റെ തളിർത്ത വടിയും സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പവും ഒക്കെ ഇനി അവളിലൂടെയാണ് വരേണ്ടത്? അങ്ങനെ അവളിലൂടെ വന്ന യഥാർത്ഥ പൗരോഹിത്യം അത് ക്രിസ്തുവിൻ്റെതാണ്. അവളിലൂടെ കടന്നു വന്ന സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം അത് ക്രിസ്തുവായിരുന്നു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ക്രിസ്തു അവളിലൂടെയാണ് കടന്നു വന്നത്. അപ്പൊ ഈ 3 പ്രതീകങ്ങളും ഒന്നായി ചേരുന്ന ക്രിസ്തുവിന് ഇടമൊരുക്കേണ്ട വാഗ്ദാന പേടകമായതുകൊണ്ടാണ് ദൈവം അവളെ അത്രമാത്രം പരിശുദ്ധയായിട്ട് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അമലയായിട്ട് ഉത്ഭവിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നെങ്കിൽ, അവൾ അമലയായി ജീവിച്ചു എന്നുള്ളത് അവളുടെ ആ അമ്മയുടെ തീരുമാനമായിരുന്നു. കളങ്കമില്ലാതെ ജനിക്കാൻ ദൈവം ഇടവരുത്തി, കളങ്കമില്ലാതെ ജീവിക്കുവാൻ അവളൊരു തീരുമാനവും എടുത്തു. അമലയായി ഉത്ഭവിക്കുക മാത്രമല്ല, അമലയായിട്ട് അവൾ ജീവിക്കുക കൂടി ചെയ്ത് സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട് ഇന്ന് നമ്മുടെ മുൻപിൽ അവൾ കിരീടധാരിയായി സ്വർഗത്തിൻ്റെ രാജ്ഞിയായി നിൽക്കുന്നെങ്കിൽ അത് ചില യെസ് പറച്ചിലുകളാണ്. കൗതുകകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാഴ്ചകൾ ഒരുപാട് വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് കെട്ടുകാഴ്ചകളുടെ കാലഘട്ടമാണ്. ഒത്തിരിയേറെ കെട്ടുകാഴ്ചകളുണ്ട്. കാഴ്ചകൾ ഏറുകയും മനുഷ്യൻ കാഴ്ചക്കാരായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയ, ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോയ യൗവനങ്ങളും ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കന്മാരുമൊക്കെ, അല്ലെങ്കിൽ സഭാ സമൂഹത്തിലേക്ക് നോക്കിയാലും ആരെയും മാറ്റി നിർത്തുന്നില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ മുൻപിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മനോഹരമായൊരു പാട്ടുണ്ട്. ദർശനം നൽകണേ മിശിഹായി. ദർശനങ്ങൾ, നല്ല ദർശനങ്ങൾ ഉണ്ടാകട്ടെ. അതിനൊക്കെ പരിശുദ്ധ അമ്മ സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന രാജാവിൻ്റെ ബലിയിൽ ഈ ദിവസം നമ്മൾ ഓരോരുത്തരും പങ്കുചേരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളോടുകൂടെ ഉണ്ടാകട്ടെ. ആമേൻ.